കുരിശിൻ്റെ വഴി നമ്മുടെ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റബിൾ അല്ലേ? കാരണം അത് ഈശോ പോയത് മാത്രമല്ല, നമ്മളും ഇടയ്ക്ക് പോകുന്ന വഴി തന്നെയാണ്. നമ്മുടെ കയ്യിൽ കുരിശില്ലെന്നുള്ളൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു പോക്കാണ്. ചിലപ്പോൾ ആ പോക്കിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. ഈശോ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരൊക്കെ അങ്ങ് ഓടിപ്പോയി. നമ്മുടെ ലൈഫിൽ ഇതുപോലല്ലേ, ചിലപ്പോൾ നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെ ആയിരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്തിയത്, കുരിശിൻ്റെ വഴിയിലെ ശിമയോനെയും വെറോനിക്കയും പോലെയൊക്കെ. പിന്നെ ഒരു കാര്യം ഓർക്കണം കേട്ടാ, ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ ഓടിപ്പോയാലും നിങ്ങളുടെ യാത്രയുടെ അവസാനം വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ അപ്പനും അമ്മയും ഉണ്ടാവും. ഈശോ നടന്ന ആ കുരിശിൻ്റെ വഴിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ പരിശുദ്ധ അമ്മ ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേരൊക്കെ കളിയാക്കിയും പരിഹസിച്ചുമൊക്കെ വേദനകളിലൂടെ കടന്നു പോയപ്പോഴും ഈശോ അവരോടൊന്നും ദേഷ്യപ്പെടണില്ല. അവസാനം പറയാണ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയൂല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോഴും ഈശോയ്ക്ക് ഇവരോട് സ്നേഹം മാത്രമല്ലേ. ഇങ്ങനത്തെ ചിലരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറില്ലേ? നമ്മളൊക്കെ ഒത്തിരി അകറ്റി നിർത്തിയിട്ടും നമ്മൾ ദേഷ്യത്തോടുകൂടി മാറ്റി നിർത്തിയിട്ടുമൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ചിലർ, കരിമ്പ് പോലത്തെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എത്രയൊക്കെ ചതഞ്ഞരഞ്ഞാലും എത്രയൊക്കെ പിഴിഞ്ഞരച്ചാലും അവസാനം അത് മധുരമേ തരുള്ളൂ.